നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പരമാവധി നേരത്തെ ഗാസയിലെ ഹമാസിനെ തീർക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള വമ്പൻ പടയൊരുക്കത്തിൽ തന്നെയാണ് ഇസ്രായേലി സേന. ഗാസയിലെ യുദ്ധം അതിരൂക്ഷമാക്കി ഇസ്രായേൽ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഗാസ സിറ്റിയിലെ പോരാട്ടത്തിനിടെ ഒരു ഇസ്രായേലി കമാൻഡറെ ഹമാസ് കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നു. അതിനു മറുപടിയായി 24 മണിക്കൂറിനുള്ളിൽ 150-ലേറെ ഹമാസ് ഭീകരന്മാരെ ഗാസയിൽ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഹമാസിൻ്റെ 4 താവളങ്ങൾ ഇസ്രായേൽ സേന തകർത്തു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. റഫയിലും മധ്യ ഗാസയിലും ഹമാസിൻ്റെ ഉന്മൂലനം പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. റഫയും ഗാസയും പൂർണ്ണമായും ഇസ്രായേലിൻ്റെ അധീനതയിലാകുന്ന കാലം വിദൂരമല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഗാസയിൽ ഹമാസ് ഭീകരന്മാരുടെ ഒരു കേന്ദ്രത്തിൽ നടന്ന റെയ്ഡിലാണ് ഇസ്രായേലി സൈനികൻ താൽ ലഹത്ത് കൊല്ലപ്പെട്ടത്. 21കാരനായ താൽ ലഹത്ത് കമാൻഡോ ഓപ്പറേഷനിലെ ഫസ്റ്റ് ക്ലാസ് വിങ്ങറായിരുന്നു. ഹമാസിൻ്റെ ഒരു കേന്ദ്രം റെയ്ഡ് ചെയ്തപ്പോൾ വിദൂരത്തിരുന്ന് മറ്റൊരു കേന്ദ്രത്തിലിരുന്ന് ഹമാസിൻ്റെ സ്നൈപ്പർ ഷൂട്ടർമാർ ഷൂട്ട് ചെയ്യുകയായിരുന്നു. ഭീകര സംഘടനയായ ഹമാസിനെതിരായ കരയാക്രമണത്തിലും സ്ട്രിപ്പിൻ്റെ അതിർത്തിയിലെ സൈനിക നടപടികളിലും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തുണ്ടായ 327ാമത്തെ മരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഗാസ സിറ്റിയിലെ ടെൽ അൽ ഹവ പരിസരത്തായിരുന്നു റെയ്ഡും മറ്റ് ആക്രമണങ്ങളും നടന്നത്. ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഇതറിഞ്ഞ ഇസ്രായേൽ സൈന്യം ഈ പദ്ധതി തകർക്കാനുള്ള ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. റിമാൽ, ടെൽ അൽ ഹവ, ഗാസ സിറ്റിയിലെ UNRW ആസ്ഥാനം, മാംഗ്ലൻ ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തതായി ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു. UN-ൻ്റെ എല്ലാ കേന്ദ്രങ്ങളും ഇസ്രായേൽ സേന അരിച്ചു പുറക്കുകയാണ്. ഈ യുദ്ധത്തിലെ ഏറ്റവും സുപ്രധാനമായ നടപടി അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ നടപടിയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തുന്നത്. അതായത് UN പിന്തുണയോടുകൂടി നടത്തുന്ന അവരുടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ, അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ അരിച്ചു പറക്കുകയാണ് ഇസ്രായേൽ സേന. ഇവിടെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്രായേൽ ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരുന്നത്. ഗാസയിലെ UN കേന്ദ്രങ്ങളെ മറയാക്കിക്കൊണ്ടാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇസ്രായേലിൻ്റെ കാലാകാലങ്ങളിലുള്ള ആരോപണമാണ്. നമുക്കറിയാം, UN കേന്ദ്രങ്ങൾ, UN-ൻ്റെ അഭയാർത്ഥി ക്യാമ്പുകൾ, UN-ൻ്റെ ആശുപത്രികൾ, UN-ൻ്റെ ശിശുക്ഷേമ കേന്ദ്രങ്ങൾ, UN-ൻ്റെ വൃദ്ധസദനങ്ങൾ, ഇവയൊക്കെ കേന്ദ്രമാക്കിക്കൊണ്ട്, ഇവയൊക്കെ മറയാക്കിക്കൊണ്ടാണ് ഹമാസിൻ്റെ കൊടുൻ ഭീകരന്മാർ അവിടെ പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം അത് കണ്ടെത്തി ആ ഹമാസ് കേന്ദ്രങ്ങളെയൊക്കെ തന്നെ തച്ചു തകർത്ത് ഇസ്രായേലി സേന മുന്നോട്ട് വരുമ്പോൾ പാലസ്തീൻ പറയുന്നു, ഇറാൻ പറയുന്നു, പാലസ്തീൻ പറയുന്നു, ഇറാൻ പറയുന്നു, ഖത്തർ പറയുന്നു ഗാസയിൽ നടക്കുന്നത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്. അവിടെ UN-ൻ്റെ കേന്ദ്രങ്ങൾ പോലും ഇസ്രായേൽ ആക്രമിക്കുകയാണ്. UN-ൻ്റെ ശിശുക്ഷേമ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ്, UN ആശുപത്രികൾ ആക്രമിക്കുകയാണ്, UN-ൻ്റെ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു പരത്തുന്നത് പാലസ്തീനും പാലസ്തീൻ അനുകൂലമായ മാധ്യമങ്ങളുമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെയും സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് അവശേഷിക്കുന്ന UN ആസ്ഥാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ UN-ൻ്റെ കീഴിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളടക്കം അരിച്ചു പറക്കുന്നത് ഇസ്രായേലി സൈന്യം. കമാൻഡോ ബ്രിഗേഡും എലൈറ്റ് മൾട്ടി ഡൊമൈൻ യൂണിറ്റും ചേർന്നാണ് റെയ്ഡ് നടത്തുന്നത്. ചൊവ്വാഴ്ച IDF-ൻ്റെ 99ാം ഡിവിഷനിൽ ഗാസ സിറ്റിയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. UNRWA ഫെസിലിറ്റി ഏരിയയിൽ നിന്ന് സിവിലിയന്മാർക്ക് പുറത്തു പോകാൻ ആദ്യം മനുഷ്യത്വപരമായ ഇടനാഴി തുറന്നതായി IDF വ്യക്തമാക്കി. UN സൈറ്റിനെതിരായ റെയ്ഡിനെതിരെ കൊലപ്പെടുത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ധാരാളം ആയുധങ്ങൾ ഇവരിൽ നിന്ന് കണ്ടെടുത്തതായും IDF വ്യക്തമാക്കുന്നുണ്ട്. തിങ്കളാഴ്ച ഇസ്രായേലി സൈന്യം ഗാസ സിറ്റിയിൽ പുതിയ ഓപ്പറേഷൻ ആരംഭിച്ചു. UNRW ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പ്രദേശത്താണ് ഈ ഓപ്പറേഷൻ ഇപ്പോൾ നടക്കുന്നത്. അവിടെ ഇസ്രായേലി സൈന്യം പുതിയ ടണലുകൾ കണ്ടെത്തി.
ഹമാസ് ടണൽ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടെത്തുകയും നിരവധി ഹമാസ് ഭീകരവാദികളെ ഈ പ്രദേശത്ത് കൊലപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്തു. പ്രദേശത്തിൻ്റെ വടക്കുഭാഗത്ത് ഹമാസിൻ്റെ സൈനിക ചട്ടക്കൂട് പൊളിച്ചു മാറ്റിയതായി ഇസ്രായേലി സേന അവകാശപ്പെട്ടു. 9 മാസത്തെ പോരാട്ടത്തിനൊടുവിൽ ഗാസ നഗരത്തിൻ്റെ വലിയ ഭാഗങ്ങളും അതിനു ചുറ്റുമുള്ള നഗരപ്രദേശങ്ങളും ഇസ്രായേലി സേന അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചിരിക്കുകയാണ്. ഒരു കെട്ടിടം പോലും ഇല്ലാത്ത വിധം എല്ലാ പ്രദേശങ്ങളെയും തച്ചു തകർത്തിരിക്കുന്നു. സെൻട്രൽ ഗാസയും അൽ-ഷിഫയും പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ജനസംഖ്യയുടെ ഭൂരിഭാഗവും നേരത്തെ യുദ്ധം മൂലം പലായനം ചെയ്തിരുന്നു. എന്നാൽ ഏകദേശം 2 ലക്ഷം പാലസ്തീനികൾ വടക്കു ഭാഗത്ത് തുടരുന്നതായിട്ടാണ് ഇപ്പോഴും ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്ന വിവരം. ഹമാസിൻ്റെ സൈനിക വിഭാഗം ചൊവ്വാഴ്ച ഗാസ സിറ്റിയിലെ ഏറ്റവും പുതിയ പോരാട്ടത്തെ മാസങ്ങളിലെ ഏറ്റവും തീവ്രത ഉള്ള പോരാട്ടമെന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് ഗാസയിലും റഫയിലും ഇസ്രായേലി സേന ഇപ്പോൾ നടത്തുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. ഇനി ഹമാസിൻ്റെ ഉന്മൂലനം കണ്ട ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ള വലിയ മെസ്സേജാണ് ഇപ്പോൾ ഇസ്രായേലി സേന നൽകുന്നത്. ജൂൺ 27-ന് ഗാസ സിറ്റിയിലേക്കുള്ള 3 ഒഴിപ്പിക്കൽ ഉത്തരവുകളിൽ ആദ്യത്തെ പ്രഖ്യാപിച്ചത് മുതൽ 10,000-കണക്കിന് സിവിലിയന്മാരെ യുദ്ധം വീണ്ടും ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3.5 ലക്ഷം പാലസ്തീനികൾ റോഡ് വക്കിൽ ടെന്റ് കെട്ടി താമസിക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവർക്ക് താമസിക്കാൻ വീടുകളില്ല, ഷെൽട്ടറുകളില്ല, പ്ലാസ്റ്റിക് കൂടാരങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. ഒരു കാലത്ത് കൊട്ടാര സമാനമായ വീടുകളിൽ തങ്ങിയിരുന്ന പാലസ്തീനികളുടെ ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഗാസയിൽ കാണുന്നത്. അടിസ്ഥാനപരമായി ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നും ചെറിയ സംശയങ്ങൾ ഉണ്ടായാൽ പോലും ഇസ്രായേലി പോർ വിമാനങ്ങൾ എത്തി ബോംബിട്ട് കൂട്ടക്കൊല നടത്തുന്നു എന്നുള്ളതാണ് പാലസ്തീനികളുടെ ആരോപണം. പാലസ്തീനികൾ മൊത്തത്തിൽ 22 ലക്ഷത്തോളം ഇപ്പോഴുമുണ്ട്. ഇവർ ഒരു സമരം നടത്താനോ പ്രതിഷേധിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയുടെ കിഴക്കൻ ഷെജയ്യ പരിസരത്ത് 98-ാം ഡിവിഷനിലെ സൈനികർ ഡസൻ കണക്കിന് തോക്കുധാരികളെ വധിച്ചതായി IDF അറിയിച്ചു. ഷെജയ്യയിൽ ഒരു തുരങ്കവും തകർത്തതായും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ഷെജയ്യയിലെ 6 തുരങ്കങ്ങളെങ്കിലും തകർത്തതായും ഇനിയും നിരവധി തുരങ്കങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും IDF പ്രഖ്യാപിച്ചു. തെക്കൻ ഗാസയിലെ റഫയിലും ഇസ്രായേലി സേന ആക്രമണങ്ങൾ തുടരുകയാണ്. 162-ാം ഡിവിഷനിലെ സൈന്യം കഴിഞ്ഞ ദിവസം നിരവധി ഭീകരപ്രവർത്തകരെ വധിക്കുകയും ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തതായി സൈന്യത്തിൻ്റെ വാർത്താക്കുറിപ്പ് പുറത്തുവന്നു. തുരങ്കങ്ങൾ നശിപ്പിച്ചുവെന്നും IDF വ്യക്തമാക്കി. മെയ് മാസത്തിൻ്റെ തുടക്കത്തിലാണ് റഫയിലേക്ക് ഇസ്രായേലിൻ്റെ സൈനിക നീക്കം ആരംഭിച്ചത്. ഗാസ മുനമ്പിലെ ഹമാസ് ഭീകരർക്കെതിരെ നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലി സേന മണിക്കൂറുകളുടെ ഇടവേളയിൽ നടത്തുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. ഹമാസിൻ്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പ്രകാരമാണെങ്കിൽ ഗാസ സ്ട്രിപ്പിൽ ഇതുവരെ 38,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ അൽ ജസീറ പോലെയുള്ള പാലസ്തീനി അനുകൂല മാധ്യമങ്ങളുടെ വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത് എന്നുള്ളതും വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല.